what's up guys? Welcome back to my YouTube channel. ഒരു ശരാശരി വീട്ടമ്മയുടെ ഒരു ദിവസം തുടങ്ങുന്നത് തന്നെ അടുക്കളയിൽ നിന്നാണല്ലോ. എഴുന്നേറ്റ് കഴിഞ്ഞാൽ ഒരു കപ്പ് കാപ്പി ഇരുന്ന് കുടിക്കാനുള്ളൊരു സമയം അവർക്ക് കിട്ടാറില്ലല്ലോ. എന്തായാലും മക്കളുടെ സ്കൂളൊക്കെ അടച്ചുകൊണ്ട് എനിക്കിന്ന് അതിനുള്ള സമയമൊക്കെ കിട്ടി. സ്കൂൾ അടച്ചെങ്കിലും ഇന്ന് അവരുടെ പാരൻസ് മീറ്റിംഗ് ആയതുകൊണ്ട് ഇന്ന് പോയേ പറ്റുള്ളൂ. അതുകൊണ്ട് രാവിലത്തെ ജോലികളൊന്നും മുടക്കാൻ പറ്റില്ല. അപ്പോൾ രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി. ഇന്ന് ദോശയും കടലക്കറിയായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റൊക്കെ ഉണ്ടാക്കി കഴിച്ചിട്ട് നമ്മൾ സ്കൂളിൽ പോകാൻ വേണ്ടി റെഡിയായി. പാരൻസ് മീറ്റിങ്ങിന് പോകുമ്പോൾ നമ്മൾ മക്കളും വേണം കൂടെ. അത് ഫുൾ യൂണിഫോമിൽ തന്നെ വേണം, ഫുൾ ഡ്രസ് യൂണിഫോമിൽ. പിന്നെ ചേട്ടന് ഇന്ന് ഇത്തിരി താമസിച്ച് പോയാൽ മതിയായിരുന്നു. അതുകൊണ്ട് മീറ്റിങ്ങിന് പോകാൻ വേണ്ടിയിട്ട് ചേട്ടനും വരുന്നുണ്ട്. ഞങ്ങൾ 4 പേരും കൂടെയാണ് പോകുന്നത്. ഞങ്ങൾ വണ്ടി ബുക്ക് ചെയ്ത് പോകും. ചേട്ടൻ സ്കൂട്ടറിനാണ് വരുന്നത്. ചേട്ടന് അതുവഴി ജോലിക്ക് പോകണമായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും റെഡിയായി സ്കൂളിലോട്ട് പോയി. നമ്മുടെ നാട്ടിലെ പോലെ ആണ്ടുപരീക്ഷ കഴിയുന്നു, പിന്നെ വേനലവധി, അതിനുശേഷം അടുത്ത വർഷത്തെ ക്ലാസ് തുടങ്ങുന്നു. അങ്ങനൊരു സിസ്റ്റമല്ല ഇവിടെ. ഇവിടെ എക്സാം കഴിഞ്ഞിട്ട് ഒരു 2 ആഴ്ച അവധി കൊടുക്കും. അതിനുശേഷം അടുത്ത വർഷത്തേക്കുള്ള ക്ലാസ് തുടങ്ങും. 1 മാസം കഴിയുമ്പോൾ വീണ്ടും അവർക്ക് വേനലവധി വരും. അങ്ങനെയാണേ. അങ്ങനെ മക്കളുടെ സ്കൂളിലെത്തി. അവർ 2 പേരും പഠിക്കുന്നത് ആർമി സ്കൂളിലാണേ. ആർമി പബ്ലിക് സ്കൂൾ ധവളക്കോണിലാണ് 2 പേരും പഠിക്കുന്നത്. മോൻ പഠിക്കുന്നത് 3rd സ്റ്റാൻഡേർഡിലും മോള് 7th സ്കൂളിൻ്റെ മെയിൻ ഗേറ്റിൻ്റെ ഭാഗത്തായിട്ടാണ് ഓഫീസ് റൂമൊക്കെ വരുന്നത്. ഓഫീസ് റൂമിനോടടുത്തൊക്കെ ആയിട്ടാണ് മോളുടെയൊക്കെ ക്ലാസ് വരുന്നത്. മോൻ്റെ പക്ഷേ ഈ കാണുന്ന വഴിയുടെ അങ്ങേ അറ്റം വരെ പോകണം. പ്രൈമറി വിങ് ലാസ്റ്റ് ഭാഗത്താണ് വരുന്നത്. ഇതിൻ്റെ ബാക്കിലായിട്ടാണ് ഇവരുടെ സ്കൂൾ ഗ്രൗണ്ടൊക്കെ വരുന്നത്. നല്ല വിശാലമായിട്ടുള്ളൊരു പ്ലേ ഗ്രൗണ്ടാണ്. ഈ സ്കൂൾ കോമ്പൗണ്ടിൻ്റെ അതേ ലെങ്തിലുള്ളൊരു പ്ലേ ഗ്രൗണ്ടാണ്. അപ്പോൾ ആദ്യം നമ്മൾ മോൻ്റെ സ്കൂൾ ക്ലാസ്സിലോട്ടാണ് പോകുന്നത്. പ്രൈമറി വിങ് ഈ ഭാഗത്തായിട്ടാണ്. ഇതതിൻ്റെ എൻട്രൻസ് ആണ്, പ്രൈമറി വിങ്ങിൻ്റെ. ഇവിടെ പ്രൈമറി വിങ്ങിൻ്റെ ഹെഡ് മിസ്ട്രസും സ്റ്റാഫും എല്ലാം ഇരിക്കുന്നത്. കഴിഞ്ഞ വർഷം ലീസ മാം ആയിരുന്നു ഇവരുടെ ക്ലാസ് ടീച്ചർ. ലീസ മാം എല്ലാ തവണയും പാരൻസ് മീറ്റിംഗ് വരുമ്പം പ്രണവ് വളരെ ക്യൂട്ടാണെന്നൊക്കെയായിരുന്നു പറയുന്നത്. ഇത്തവണത്തെ ഭവ്യ മാമും അതേ പറയത്തുള്ളെന്ന് പറഞ്ഞാണ് ഇയാൾ ചാടിത്തുള്ളി പോകുന്നത്. അപ്പം ഞങ്ങളയാളെ കളിയൊക്കെ വരുന്നു, നമുക്ക് കാണാൻ ചെന്നിട്ട് പറയാമെന്നൊക്കെ. മോൻ്റെ ക്ലാസ് വരുന്നത് അപ്സ്റ്റെയറിലായിരുന്നേ. അപ്പോൾ ക്ലാസ്സിൽ ചെന്നു. ടീച്ചേഴ്സ് ഓരോ പാരൻസിനോടും കുട്ടികളുടെ ഒക്കെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഓരോരുത്തരുടെ ഊഴം വരുന്നുണ്ട്, സംസാരിച്ചു. അതൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. പിന്നെ ഇനി മോളുടെ സ്കൂളിലോട്ടാണ് പോകേണ്ടത്. ഇതൊക്കെ ഗ്രൗണ്ടിൻ്റെ ഭാഗം കേട്ടോ. ഇത് ഇനി അങ്ങ് അറ്റം വരെ ഇങ്ങനെ ഈ ഗ്രൗണ്ടാണ്. സ്കൂളല്ലേ, അവർക്കല്ലേ അറിയൂ ഇതുവഴിയാണ് പോകേണ്ടത്, എങ്ങോട്ടാണ് പോകേണ്ടതെന്നൊക്കെ. മോളപ്പോൾ വഴിയൊക്കെ പറഞ്ഞു വന്നിട്ട് നമുക്ക് ഇതുവഴി പോയാൽ എളുപ്പമുണ്ട് എന്നൊക്കെ പറഞ്ഞ് ഞങ്ങളെ ഇതുവഴി കൊണ്ടുപോകണം. ഇതിന് മുന്നേ ഒരു ദിവസം ഞാൻ തനിച്ചിതുപോലെ വന്നായിരുന്നു. അപ്പോൾ എനിക്ക് മോളുടെ ക്ലാസ് കണ്ടുപിടിക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടി. അപ്പോൾ ഞാൻ ഇവരുടെ സീനിയറായിട്ടുള്ള സ്റ്റുഡൻസിനോടൊക്കെ ചോദിച്ചിട്ടാണ് മോളുടെ ക്ലാസ് കണ്ടുപിടിച്ചത്. ഇത് ശരിക്കും സ്കൂൾ അടയ്ക്കുന്നതിന് മുന്നേ ഒരു പാരൻസ് ടീച്ചേഴ്സ് മീറ്റിംഗ് മാത്രമേ ഉള്ളൂ. ഇനിയിപ്പോൾ സ്കൂൾ തുറന്നു വരുമ്പം ഇവർക്ക് PT1 എക്സാം ഉണ്ട്. അത് കഴിയുമ്പോഴും ഇതേപോലൊരു പാരൻസ് മീറ്റിംഗ് വിളിക്കും. അപ്പോഴാണ് ഇവരുടെ മാർക്കും പിന്നെ ഇവരുടെ ശരിക്കുള്ളൊരു അനാലിസിസ് ഒക്കെ ആ സമയത്താണ് നടക്കുന്നത്. അപ്പം ഈ കാണുന്ന വഴി കൂടെയാണ് മോളുടെ ക്ലാസ്സിലോട്ട് കയറി പോകേണ്ടത്. അതും അപ്സ്റ്റെയറിലായിട്ടാണ് വരുന്നത്. മോളുടെ ക്ലാസ് ടീച്ചർ ഒരു മാഷാണ്, മനോജ് എന്ന് പറഞ്ഞിട്ടൊരു സാറാണ്. അവൾക്ക് പക്ഷേ ടീച്ചേഴ്സിനെ ആയിരുന്നു ഇഷ്ടം. കഴിഞ്ഞ വർഷം സതീഷ് സാറായിരുന്നു. പെൺകുട്ടികൾക്ക് ടീച്ചേഴ്സ് ആകുമ്പം കുറച്ചുകൂടെ ഒരു സ്വാതന്ത്ര്യമൊക്കെ കാണുമല്ലോ, ചിലപ്പോൾ അതുകൊണ്ടായിരിക്കും. എനിക്ക് ആക്ച്വലി ഇവരുടെ ക്ലാസ് റൂമൊക്കെ കണ്ടപ്പോൾ നമ്മൾ പണ്ട് സ്കൂളിൽ പോയ കാര്യങ്ങളൊക്കെയാണ് ഓർമ്മ വന്നത്. ഇപ്പോൾ അവരുടെ സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര പ്രൗഡായിട്ടാണ് തോന്നിയത്. ഇൻഡിവിജ്വൽ സീറ്റും ഒക്കെ, ഒരു ബെഞ്ചിൽ എല്ലാവരും കൂടി ഇടുങ്ങിയിരിക്കണ്ടല്ലോ. പിന്നെ മോളുടെ ക്ലാസ്സിൽ നിന്ന് നേരെ ഇറങ്ങുന്നത് ഇതിൻ്റെ തുടക്ക ഭാഗത്തുള്ള, അതായത് മെയിൻ ഗേറ്റിൻ്റെ ഭാഗത്തോട്ടാണ്. 2 ഗേറ്റ് ഉണ്ട് ഇവിടെ. ഈ പാരൻസ് മീറ്റിംഗ് ഒക്കെ വരുമ്പോൾ 2nd ഗേറ്റിലൂടെയാണ് എല്ലാം വണ്ടികളും ഒക്കെ കയറ്റി വിടുന്നത്. ഇതിൻ്റെ മെയിൻ ഗേറ്റിലോട്ടുള്ള വഴിയാണ്. ബുദ്ധയുടെ സ്റ്റാച്യു വെച്ചിരിക്കുന്ന ഈ ഭാഗത്തൂടെ തന്നെയാണ് ഇതിൻ്റെ ഓഫീസിലോട്ടുള്ള എൻട്രിയും വരുന്നത്. ഓഫീസിലോട്ട് കയറുന്നതിന് വേണ്ടി 2 വഴിയുണ്ട്. ഈ ബുദ്ധയുടെ സ്റ്റാച്യു ഇരിക്കുന്ന വഴി കൂടെ അല്ലാതെ ബാക്കിലൂടെ വേറൊരു വഴിയുണ്ട്. പിന്നെ ഇവിടെ പാരൻസ് മീറ്റിങ്ങും എന്തെങ്കിലും ഒരു ഇതുപോലുള്ള ലൊക്കേഷനൊക്കെ വരുമ്പോൾ ഇവിടെ ഫുഡൊക്കെ കാണും. ഫുഡെന്ന് വെച്ചാൽ സ്നാക്സും എന്തെങ്കിലും ജ്യൂസ് ഐറ്റംസും ഒക്കെ കാണും. അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു കുടിച്ചു, മക്കൾക്ക് കൊടുത്തു. അത് കഴിഞ്ഞിട്ട് ഇനി നമ്മൾ തിരിച്ച് വീട്ടിലോട്ട് പോരാൻ വേണ്ടി ഇറങ്ങുവാണ്. ഇതിവിടുത്തെ മെയിൻ ഗേറ്റിലോട്ടുള്ള വഴിയാണ്. ഇതുവഴിയാണ്. ഇവിടെ നമ്മളല്ലാതെ എന്തെങ്കിലും കുട്ടികളെ വിളിക്കാൻ എന്തെങ്കിലും ഒരു ആവശ്യത്തിനൊക്കെ വരണമെങ്കിൽ ആ ഗേറ്റിൽ എൻ്റർ ചെയ്യണം. നമുക്ക് പാരൻസിനും ഒരു ID കാർഡുണ്ട്. കുട്ടികൾക്ക് കൊടുക്കുന്നതല്ലാതെ നമുക്കും ഒരു സെപ്പറേറ്റ് ID കാർഡൊക്കെ ഉണ്ട്. അതുകൊണ്ട് വന്ന് കാണിച്ചിട്ടാണ് നമ്മൾ കയറുന്നത്. പിന്നെ അവിടെ ഇൻഫോമൊക്കെ ക്ലാസ് ടീച്ചറെയൊക്കെ വിളിച്ച് ചെയ്യിച്ചിട്ടൊക്കെ അകത്തോട്ട് കയറ്റി വിടത്തുള്ളൂ. ഭയങ്കര ഫോർമാലിറ്റീസൊക്കെയാണ്. നമ്മളിപ്പോൾ ഓൾമോസ്റ്റ് നമ്മുടെ ക്വാർട്ടറിൻ്റെ അടുത്ത് എത്താറായി. ഈ പോയിക്കൊണ്ടിരിക്കുന്നത് ആക്ച്വലി പരേഡ് റോഡാണ്. പരേഡ് റോഡെന്ന് പറയുമ്പോൾ നമ്മുടെ റിപ്പബ്ലിക് ഡേ പരേഡ് ഉണ്ടല്ലോ,
അപ്പോൾ ഞാൻ എൻ്റെ നേരത്തെ ഉള്ളൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മുടെ ക്വാർട്ടേഴ്സിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് റിപ്പബ്ലിക് ഡേക്ക് വേണ്ടുന്ന പരേഡ് ഐറ്റംസ് ഒക്കെ ഉണ്ടല്ലോ, ഫ്ലോട്ടും മറ്റേ ടാബ്ലോ അങ്ങനെയുള്ള അതൊക്കെ ഉണ്ടാക്കുന്നതാണ്. അപ്പം ഇതിവിടുന്ന് നമ്മുടെ കർത്തവ്യപഥിലോട്ട് കൊണ്ടുപോകുന്ന വേ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു ഇതിന് പരേഡ് റോഡ് എന്നറിയപ്പെടുന്നത്. ഞങ്ങളങ്ങനെ ക്വാർട്ടറിൻ്റെ തൊട്ടടുത്തെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയറും ലൈക്കും ഒക്കെ ചെയ്യണേ. ഓക്കെ, ബൈ.